എവരിവൺ, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻറ്റുബേഷൻ ട്രോളി. ഇൻറ്റുബേഷൻ ട്രോളിയിൽ എന്തൊക്കെയുണ്ട്, അതിന്റെ യൂസസ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ലൈവ് ഡെമോൺസ്ട്രേഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റുബേഷൻ ട്രോളി എന്ന് പറയുന്നത്. ഇൻറ്റുബേഷൻ ട്രോളിയിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണുള്ളത് എന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലാരിഞ്ചോസ്കോപ്പ് വിത്ത് ബ്ലേഡിലേക്ക് പോകാം. നമുക്ക് 3 ടൈപ്സ് ഓഫ് ബ്ലേഡ് ആണുള്ളത്. ഒന്ന് മെക്കോയി, 2 മെക്കിൻഡോഷ് ആൻഡ് മില്ലർ കൂടിയുണ്ട്. മില്ലർ നമ്മൾ മറ്റൊരു ഒറ്റിയിലൊക്കെ കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല. അതിന്റെ ഹാൻഡിലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ലാരിഞ്ചോസ്കോപ്പ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാം. ഓരോന്നിന്റെയും കണക്ഷൻസും യൂസസും നമുക്ക് പറയാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഇൻറ്റുബേഷൻ ട്രോളിയിലുള്ള എല്ലാ എക്യുപ്മെന്റ്സിനെയും ഒന്ന് പരിചയപ്പെടാം. ഇതാണ് മാഗിൽസ് എന്ന് പറയുന്നത്. മാഗിൽസ് 2 സൈസസിലുണ്ട്. ഇത് നമ്മുടെ പീഡിയാട്രിക് മാഗിൽസ് ആണ്. ദെൻ ദിസ് വൺ ഈസ് അഡൾട്ട് മാഗിൽസ്. ഇതാണ് നമ്മുടെ അഡൾട്ട് മാഗിൽസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, മാഗിൽസിന്റെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കണ്ടു നോക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഈ കാണിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഫുൾ വീഡിയോ ആയിട്ട് വേണ്ടത് എന്നതുകൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ദെൻ നമുക്ക് വേണ്ടത് കപ്പ് സിറിഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ ലോക്ക് 10% ജെല്ലി ഉണ്ട്. നമ്മുടെ ഐ പ്ലാസ്റ്റർ ആണ് കേട്ടോ. ഇത് നമ്മൾ 1/2 ഇഞ്ചിന്റെ മൈക്രോപോർ ഉപയോഗിച്ചാണ് ഐ പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നോർമൽ ബ്ലേഡ് ആണ്. നമുക്ക് ഫൈബ്രോ ഒപ്റ്റിക് ബ്ലേഡ് കൂടി ഉണ്ട് കേട്ടോ. ഇത് മെക്കോയി എന്ന് പറയുന്ന ഈ മെക്കോയി നമ്മുടെ ഫൈബ്രോ ഒപ്റ്റിക് ബ്ലേഡ് ആണ്. ഇതിന്റെ ബാക്കി സൈസസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിലാണ് നമ്മുടെ ബാക്കി ഫൈബ്രോ ഒപ്റ്റിക് ആയിട്ട് വരുന്ന ബ്ലേഡുകൾ ഉള്ളത്. സൈസ് 2 ഉണ്ട്, സൈസ് 3 ഉണ്ട്, സൈസ് 4 ഉണ്ട്, സൈസ് 1 ഉണ്ട്. ഫൈബ്രോ ഒപ്റ്റിക് ബ്ലേഡ്സിന് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ബ്ലേഡ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബ്ലേഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്യൂബിലേക്ക് പോകാം. നമ്മൾ കേസിന് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ സൈസസിലുള്ള ട്യൂബും അവൈലബിൾ ആണോ നോക്കുക. ഇത് നമ്മുടെ RAE ട്യൂബാണ്. RAE എല്ലാ സൈസസും ഉണ്ട്. ഏറ്റവും ചെറിയ സൈസ് തൊട്ട് 7 വരെയുള്ള സൈസസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡ് ബൈ എന്നുള്ള പക്ഷം എല്ലാ ട്യൂബ്സിന്റെയും 5 വീതം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഇത് നമ്മുടെ നോർമൽ ട്യൂബാണ്. നോർമൽ ട്യൂബും ഇത് എടുത്ത് കാണിച്ചു തരാം. അതോടൊപ്പം ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ജസ്റ്റ് നമുക്ക് ഓരോ എക്യുപ്മെന്റ്സ് ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ അതിന്റെയും എല്ലാത്തിന്റെയും ഓരോ സൈസ് വീതം നമ്മൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാൻഡേയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ദെൻ മാസ്ക് ആണ്. മാസ്ക് നമ്മൾ പേഷ്യന്റിന്റെ, അതായത് ഇപ്പോൾ ഒരു ഫീമെയിൽ പേഷ്യന്റ് ആണെങ്കിൽ 3ഉം മെയിൽ പേഷ്യന്റ് ആണെങ്കിൽ 4ഉം ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ പേഷ്യന്റിന്റെ സൈസ് അനുസരിച്ചും നമുക്ക് മാസ്ക് മാറ്റാവുന്നതാണ്. ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത് 1 തൊട്ടായിരിക്കും തുടങ്ങുന്നത്. 1 ഇപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ 2, 3, 4 ആണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. ദെൻ LMA പോലുള്ള എക്യുപ്മെന്റ്സ് ഇതിനകത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാ സൈസ് LMA നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ എമർജൻസി എക്യുപ്മെന്റ് ആയിട്ടുള്ള ബുജി, നമ്മൾ വെന്റിലേറ്റിംഗ് ബുജിയാണ് യൂസ് ചെയ്യുന്നത്. വെന്റിലേറ്റിംഗ് ബുജിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം സക്ഷൻ കത്തീറ്റേഴ്സ്, 2 സൈസസിലുള്ള സക്ഷൻ കത്തീറ്റേഴ്സ് ഉണ്ട്. ബാക്കി സൈസസിലെ സക്ഷൻ കത്തീറ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ അത് പേഷ്യന്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും എടുത്തു വെക്കുന്നുണ്ടാവുക. ഓക്കെ, RAE ട്യൂബും ET ട്യൂബ്, അതോടൊപ്പം നമ്മുടെ MLS ട്യൂബ്, ദെൻ RAE നേസൽ ട്യൂബ്, എല്ലാ സൈസസിലുള്ള ഫ്ലെക്സോ മെറ്റാലിക് ട്യൂബ് ഉൾപ്പെടെ നമ്മൾ ഇതിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എയർവേസിലേക്ക് പോകാം. നമ്മൾ എയർവേ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ എയർവേസ് ഇതൊക്കെയാണ്. ഓക്കെ, നമ്മുടെ എല്ലാ സൈസസിലും ഉള്ള നേസൽ എയർവേസ്, അതായത് 26, 28, 30, 32 ആണ് ഈ ഇരിക്കുന്നത്. സൈസസ് എല്ലാം ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോ 28-ൻ്റെതാണ്. ദെൻ ഇതൊക്കെയാണ് ഓറൽ എയർവേസ് എന്ന് പറയുന്നത്. റെഡ്, യെല്ലോ, ഗ്രീൻ, വൈറ്റ് എന്നീ സൈസസിലെ എയർവേസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ബാക്കി സൈസസിലുള്ള എയർവേസും നമ്മുടെ കയ്യിലുണ്ട്. അതായത് ബ്ലാക്കും ബ്ലൂവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, മറ്റൊരു ഒറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ എക്യുപ്മെന്റ്സ് ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ബ്ലേഡ് ആൻഡ് ഹാൻഡിൽ.
ഇത് രണ്ടും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ലാരിഞ്ചോസ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് 3 ടൈപ്സ് ഓഫ് ബ്ലേഡ് ആണുള്ളത്. അതിലൊന്ന് മെക്കിൻഡോഷ്, ദെൻ മെക്കോയ് ആൻഡ് മില്ലർ. മില്ലർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. മെക്കോയ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ലിവർ ഉള്ളതാണ്. ഇതാണ് മെക്കിൻഡോഷ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഡയഗ്രാം വരച്ചിരിക്കണം. ഡയഗ്രത്തിന് മാർക്കുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഡയഗ്രത്തിന് മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഹാൻഡിൽ നമുക്കിവിടെ ഒരു പോർഷൻ ഉണ്ട്. അതിലേക്ക് നമ്മുടെ ബ്ലേഡിന്റെ ഈ ഭാഗം ഇങ്ങനെ വെച്ച് ദെൻ ജസ്റ്റ് ഒരു ടിക്ക് കേൾക്കും. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അകത്തേക്ക് കയറിയിട്ടുണ്ട്. ദെൻ ടേക്ക് ഇറ്റ്. ഓക്കെ, ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പൊ ഇൻറ്റുബേഷന് മുന്നേ തന്നെ ഡോക്ടേഴ്സിനും നമ്മുടെ അനസ്തേഷ്യോളജിസ്റ്റിന് ലാരിഞ്ചോസ്കോപ്പ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് കത്തുന്നുണ്ടോ, അതായത് ബൾബ് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻറ്റുബേഷന് വേണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പാർട്സ് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് ഓരോന്നും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നതിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം എന്നുള്ളതൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് പാർട്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഹാൻഡിലും പാർട്സ് ഉണ്ട്. ഇതിന്റെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യന് ലാരിഞ്ചോസ്കോപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓറൽ എയർവേ ആണ്. ഓറൽ എയർവേ നമുക്കറിയാം കളർ കോഡിങ്സ് ഉണ്ട്. വൈവയ്ക്ക് കളർ കോഡിങ്സ് എന്തായാലും പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിനും പാർട്സ് ഉണ്ട്. അപ്പോൾ ഇത് റെഡ് ആണ്. നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് യെല്ലോ, ദെൻ ഗ്രീൻ, ദെൻ വൈറ്റ്, ദെൻ ബ്ലാക്ക്, ദെൻ ലൈറ്റ് ബ്ലൂ, ദെൻ ഡാർക്ക് ബ്ലൂ. ഇങ്ങനെയുള്ള കളേഴ്സിലെല്ലാം നമുക്ക് ഓറൽ എയർവേ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇതിന്റെ പാർട്സ്, ഇത് എങ്ങനെയാണ് പേഷ്യന്റിലേക്ക് ഇടുന്നത്, എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്, ഇതിന്റെ കറക്റ്റ് സൈറ്റ് എവിടെയാണ്, എന്താണ് ഇതിന്റെ യൂസ്. നമുക്കറിയാം ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് എയർവേ മെയിൻ്റെനൻസ് തന്നെയാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം ഇതിന് വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്നതുൾപ്പെടെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ നമുക്കുണ്ട്. അപ്പോൾ അത് വേണ്ടവരും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇൻറ്റുബേഷൻ ട്രോളിയിലെ സാധനങ്ങളാണ് പരിചയപ്പെടുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ കമന്റ് സെക്ഷനിൽ പറയാം. ഇനി നെക്സ്റ്റ് എയർവേ എന്ന് പറയുന്നത് നേസൽ എയർവേ ആണ്. നേസൽ എയർവേ എന്ന് പറയുന്നത് നമ്മുടെ നോസിലേക്ക് ഇടുന്ന എയർവേ ആണ്. ഇതിന്റെ യൂസും മെയിൻ്റെനൻസ് ഓഫ് എയർവേ തന്നെയാണ്. അപ്പോൾ ഇതും ഡിഫറെന്റ് സൈസസിൽ അവൈലബിൾ ആണ്. പേഷ്യന്റിന്റെ സൈസ് അനുസരിച്ചും പേഷ്യന്റിന്റെ ഏജ് അനുസരിച്ചും ജെൻഡർ അനുസരിച്ചും ഒക്കെ ഇത് നമ്മൾ ഇടുന്നതിന് ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് ചെയ്യാട്ടോ. അപ്പോൾ ഇതാണ് ഓറൽ എയർവേ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 26 തൊട്ടുണ്ട്. 26, 28 ഈവൻ നമ്പേഴ്സ് ആണ് കേട്ടോ. 27, 31 അങ്ങനെയുള്ള നമ്പേഴ്സ് ഇല്ല. ഇത് ഈവൻ നമ്പേഴ്സ് ആണ്. 26, 28, 30, 32 ഇത്രയും സൈസസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ ഇതിൽ കൂടുതൽ സൈസസ് ഉണ്ടെങ്കിൽ അതോടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അപ്പൊ നേസൽ എയർവേ പറ്റിയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം എന്താണെന്നാല് നമ്മുടെ നേസൽ എയർവേ ഇത് റബ്ബർ ടൈപ്പ് നേസൽ എയർവേ ആണ്. ഈ മെറ്റീരിയൽ അല്ലാതെ വേറെ മെറ്റീരിയൽസിലുള്ള നേസൽ എയർവേസും അവൈലബിൾ ആണ്. അതോടൊപ്പം ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഇതിന്റെ സൈറ്റ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നതുൾപ്പെടെയുള്ള ഒരു വീഡിയോയും കൂടി നമുക്ക് ചെയ്യാട്ടോ. ഇനി നമ്മുടെ മെയിൻ താരമാണ് ET ട്യൂബ്. ഇതുണ്ടെങ്കിൽ ബാക്കി ഇതിന്റെ എല്ലാത്തിന്റെയും ആവശ്യമുള്ളൂ. ഓക്കെ, ഇതിന്റെ കാര്യം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇൻറ്റുബേഷൻ സമയത്ത് നമുക്ക് പേഷ്യന്റിനെ വെന്റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ET ട്യൂബ്, അതായത് എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. ഓരോ ET ട്യൂബിനും ഡിഫറെന്റ് സൈസസ് ആണ്. പേഷ്യന്റിന്റെ എന്തനുസരിച്ചാണ് നമ്മൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സൈസ് സെലക്ട് ചെയ്യുന്നത് എന്നത് നമുക്ക് ET ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ചെയ്യാട്ടോ. അപ്പോൾ ഇതിന്റെ പാർട്സ്, അതോടൊപ്പം ഇടുന്ന സൈറ്റ് എവിടെയാണ്, ഇതിന്റെ യൂസേഴ്സ് എന്തൊക്കെയാണ്, ഏത് കാൽക്കുലേഷൻ ഉപയോഗിച്ചാണ് ഇതിന്റെ സൈസ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാട്ടോ. കാരണം ഞാൻ ഇത് ഓരോന്നും വീഡിയോ ചെയ്യാമെന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്ത് തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓരോന്നും നമ്മുടെ എക്സാംസിന് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ വൈവയ്ക്ക് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളൊരു ഡോക്ടറെ എടുത്തിട്ട് ഒരു ET ട്യൂബ് കയ്യിൽ തരുവാണ്, തന്നിട്ട് ചോദിക്കുകയാണ് ഇതിന്റെ പാർട്സ് പറയാം. അപ്പൊ നമ്മൾ പാർട്സ് പറഞ്ഞു അങ്ങനെ മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വൈവയ്ക്ക് നമ്മുടെ സ്കോറായി. പക്ഷെ അത്രമാത്രം എഴുതിയാലും നമ്മുടെ എക്സാമിന് നമുക്ക് സ്കോർ കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് കേട്ടോ.
ജസ്റ്റ് ഞാൻ ഇതിന്റെ പാർട്സ് ഒന്ന് പറഞ്ഞേക്കാം. ഇത് ടിപ്പാണ്. ദെൻ ഒരു മർഫി ആയി, ഇവിടെ മറ്റൊരു ഹോൾ കൂടി ഉണ്ട്, നിങ്ങളത് യൂട്യൂബ് എടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ദെൻ കപ്പ്, ഈ കപ്പ് എത്രത്തോളം വോളിയം ഇടണം എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ ദിസ് ഈസ് കരീന മാർക്കിംഗ്. എന്തിനാണ് കരീന മാർക്കിംഗ്? ഈ ബ്ലാക്ക് ആണ് കരീന മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തിനുള്ളതാണ് എന്നതൊക്കെ നമ്മൾ വൈലേക്ക് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ മാർക്കിങ്സ് ആണ് ഇതൊക്കെ. ദെൻ നമ്മൾ ബോഡി ഓഫ് ദ ഇ ടി ട്യൂബ് എന്നാണ് പറയുന്നത്. ദെൻ ദിസ് വൺ, ഇത് നമ്മുടെ കണക്ടർ ആണ്. ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, നമ്മുടെ ഇ ടി ട്യൂബിന്റെ കണക്ടർ ആണ്. ഇതിന് ഉണ്ട്, ഇതിന്റെ ഡയമീറ്റർ എത്രയാണ് എന്നതൊക്കെ വൈദ്യക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ ദിസ് വൺ ഈസ് ഫില്ലഡ് ബലൂൺ. നമ്മൾ ഇതുവഴിയാണ് കപ്പ് സിറിഞ്ച് ഉപയോഗിച്ച് എത്രത്തോളം വോളിയം ഓഫ് എയർ ആണോ വേണ്ടത് എന്നതനുസരിച്ച് നമ്മുടെ കപ്പ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് സൈസ് 8 ട്യൂബാണ്. സൈസ് 8 ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും മെയിൽസിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ 7.5 ആയിരിക്കും ഫീമെയിൽസിന് യൂസ് ചെയ്യുക. 7 ആണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. 7.5 എടുക്കുന്നുണ്ടെങ്കിൽ പേഷ്യന്റ് അത്രയും ഒബീസ് ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് RI ട്യൂബാണ്. ഇത് RI ഓറൽ ട്യൂബാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ നോർമൽ ഇ ടി ട്യൂബിനെ പോലെ തന്നെയുള്ള പാർട്സ് തന്നെയാണ് RI ട്യൂബിനും ഉള്ളത്. പക്ഷേ ഇതിൽ കരീന മാർക്കിംഗ് ഇല്ല. എന്തുകൊണ്ട് കരീന മാർക്കിംഗ് ഇല്ല എന്നുള്ളത് നമുക്ക് RI ട്യൂബിന്റെ വീഡിയോ ചെയ്യുമ്പോൾ പറയാട്ടോ, അല്ലെങ്കിൽ ഈ കമന്റ് സെക്ഷനിൽ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാട്ടോ. ഇത് സൈസ് 7 വരുന്ന RI ഓറൽ ട്യൂബാണ്. ഇതിന്റെ ആംഗിൾ കണ്ടോ നിങ്ങൾ, ഇതിന്റെ ഷേപ്പ് കണ്ടോ, എന്തുകൊണ്ട് ഈ ഷേപ്പിൽ വരുന്നു? RI നേസൽ എടുത്തു കഴിഞ്ഞാൽ അത് മറ്റൊരു ഷേപ്പാണ്. നിങ്ങൾ RI നേസൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ RI നേസലിന് മറ്റൊരു ഷേപ്പാണ്. അത് എന്തുകൊണ്ട് ആ ഷേപ്പിൽ വരുന്നു? നേസൽ എന്ന് പറഞ്ഞാൽ നേസൽ ഇൻക്യുബേഷന് വേണ്ടിയിട്ടാണ്, ഓറൽ എന്ന് പറഞ്ഞാൽ ഓറൽ ഇൻക്യുബേഷന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് RI യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ കേസസിനാണ് RI യൂസ് ചെയ്യുന്നത് എന്നതൊക്കെ നമുക്ക് പറയാട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഈ ട്യൂബ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് അഡിനോയിഡക്ടമി, അഡിനോടോൺസിലക്ടമി, ടോൺസിലക്ടമി ഇങ്ങനെയുള്ള കേസസിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, എന്തിന് ഈ ട്യൂബ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നമ്മുടെ നോർമൽ ട്യൂബ് യൂസ് ചെയ്തുകൂടാ എന്നതൊക്കെ ചിലപ്പോൾ വൈകിക്ക് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതോടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഫുൾ വീഡിയോ വരുമ്പോൾ അതിന് നമുക്ക് ഇതെല്ലാം പറയാട്ടോ. ഇനി നമ്മുടെ ലോക്സ് 2% ജെല്ലി, ഇതും നമ്മുടെ ഇൻറ്റുബേഷൻ റോളിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം 5 മാർക്ക് ക്വസ്റ്റ്യന് ലോക്സ് 2% ജെല്ലി എന്ന് പറഞ്ഞു വന്ന് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ വൈവയ്ക്ക് വൈവയ്ക്കല്ല, നമ്മൾ നോർമലി ഇതിന്റെ കണ്ടന്റ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ജെല്ലി എത്ര പെർസെൻറ്റേജ് എന്നായിരിക്കും ചോദിക്കുക. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലോക്സ് 10% സ്പ്രേ ഉണ്ട്, അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡൗട്ട് അടിക്കും, ഇത് 2% ആണോ, ഇനി അത് 10% ആണോ, ഡൗട്ട് വരും. നമ്മൾ ടെൻഷൻ അടിച്ചായിരിക്കും എന്തായാലും വഴിക്ക് പോകുന്നുണ്ടാവുക, എന്തായാലും ഡൗട്ട് വരും. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. ഇതിന്റെ കമ്പോസിഷൻസും നോക്കി വെക്കുക കേട്ടോ. അതോടൊപ്പം മാക്സിമം എന്തെടുത്തു കഴിഞ്ഞാലും നമ്മൾ ഡേറ്റ് ഇട്ട് വെക്കുക. എന്നാണ് എടുക്കുന്നത് അതിന്റെ ഡേറ്റ് ഇട്ട് വെക്കാനും കൂടെ ശ്രദ്ധിക്കണം. അതോടൊപ്പം എന്തെടുത്താലും എക്സ്പയറി ഡേറ്റ് നോക്കണം. ജെല്ലി ആയാലും അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവൂ. അതോടൊപ്പം ഡേറ്റ് കൂടി ഇതിൽ എഴുതി വെക്കണം കേട്ടോ. ഈ നെക്സ്റ്റ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് LMA, ലാരിഞ്ചൽ മാസ്ക് എയർവേ. ഇതിന്റെ വീഡിയോ ഞാൻ ഒരു പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാർട്ട് 2 വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല, അത് നമുക്ക് ഇടാട്ടോ. നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇതിനും പാർട്സ് ഉണ്ട്. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എമർജൻസി വെന്റിലേഷന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ് LMA എന്ന് പറയുന്നത്. ഒരു ലൈഫ് സേവിങ് ഡിവൈസ് ആണ് നമ്മുടെ LMA എന്ന് പറയുന്നത്. LMA ഈ ഒരു LMA അല്ല, നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് LMA അവൈലബിൾ ആണ്. ക്ലാസിക് LMA, ഇൻക്യുബേറ്റിംഗ് LMA, ഐജെൽ LMA, പ്രോസീൽ LMA. അപ്പോൾ ഒരുപാട് LMAs അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതൊക്കെ സൈസസിലാണ്, അപ്പോൾ അത് പേഷ്യന്റിന്റെ ഏജ് അനുസരിച്ചും വെയിറ്റ് അനുസരിച്ചും ഹൈറ്റ് അനുസരിച്ചും ഒക്കെ എങ്ങനെയാണ് നമ്മൾ LMA സൈസ് തിരഞ്ഞെടുക്കുക, അതോടൊപ്പം ഇതിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് പേഷ്യന്റിലേക്ക് പ്ലേസ് ചെയ്യുന്നത്, സൈറ്റ് എവിടെയാണ്, എത്രത്തോളം കപ്പാണ് ഇടേണ്ടത്, അതോടൊപ്പം LMA ആയിട്ട് നമുക്ക് സക്ഷൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ ഒരു എക്യുപ്മെന്റ് ആണ് LMA എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇൻറ്റുബേഷൻ ട്രോളിയിലെ താരമാണ് നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത്. പേഷ്യന്റിനെ വെന്റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാസ്ക്. ഇതിനും സൈസസ് അവൈലബിൾ ആണ്. പീഡിയാട്രിക്കിന് ഉൾപ്പെടെയുള്ള, നമ്മുടെ പീഡിയാട്രിക്കിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാസ്ക് ഉണ്ട്, RBS മാസ്ക് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? റെൻഡൽ ബേക്കർ സോസക് മാസ്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെക്കണം, കാരണം വൈകിട്ട് ഇതൊക്കെ ചോദിക്കും. അപ്പോൾ അതിന്റെ മാസ്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, മറ്റൊരു OT-യിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ആ മാസ്ക് ഞാൻ വേറൊരു OT നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ RBS മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിന്റെ ഷേപ്പ്, എന്തുകൊണ്ട് ഈ ഷേപ്പ്, ഇത് എങ്ങനെ കണക്ട് ചെയ്യും, എന്തിന് ഈ മാസ്ക് ഉപയോഗിക്കുന്നു, ഇതിന്റെ മെറ്റീരിയൽ ഏതാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇതിന്റെ ഓരോന്നും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. ദെൻ മറ്റൊരു മാസ്ക് ആണ് ഇത്, ബ്ലാക്ക് റബ്ബർ മാസ്ക്. വേറൊരു മാസ്ക് ആണ് സിലിക്കൺ മാസ്ക്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ടുപയോഗിക്കുന്നത്? നമുക്ക് ഈ ഒരു മാസ്ക് തന്നെ പോരെ എല്ലാത്തിനും? എന്തുകൊണ്ട് വേറെ വേറെ മെറ്റീരിയൽസിലുള്ള മാസ്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നു? എന്തെങ്കിലും അതിന് എക്സ്ട്രാ യൂസസ് ഉള്ളത് കൊണ്ടാണോ ഇതൊക്കെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൽ വരുന്നത് എന്നതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പഠിക്കാലോ. മറ്റൊരു സാധനമാണ് HME ഫിൽറ്റർ. HMEയുടെ ഫുൾ ഫോം അറിയാവോ? ഹീറ്റ് മോയ്സ്ചർ എക്സ്ചേഞ്ചർ. അതിനകത്ത് തന്നെ അതിനകത്തുള്ള ഫുൾ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഫുൾ ഫോമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹീറ്റ് മോയ്സ്ചറും അബ്സോർബർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും പാർട്സ് ഉണ്ട്, ഇതിന് ഡയമീറ്റർ ഉണ്ട്, ഇവിടെ ഡയമീറ്റർ ഉണ്ട്, ഇതിന് മേളിൽ എന്താണ് കണക്ട് ചെയ്യുന്നത്, ഇവിടെ എന്താണ് കണക്ട് ചെയ്യേണ്ടത്, ഇതിനകത്തുള്ള മെറ്റീരിയൽ ഏതാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ HME പറ്റി പറയുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു എക്യുപ്മെന്റ് ആണ് കത്തീറ്റർ മൗണ്ട്. ഇത് നമുക്ക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് എക്സ്റ്റൻഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വേറെ എന്തൊക്കെയോ യൂസസ് ഉണ്ട്. അതറിയുന്നവർ അതോടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയട്ടോ. ഇതും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിന് എക്സ്റ്റൻഷൻ ആയിട്ടായിരിക്കും എല്ലാവരും, സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സ്റ്റൻഷൻ എന്നുള്ള യൂസസ് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഇതിന് വേറെ ഒരുപാട് യൂസസ് ഉണ്ട്. അത് വൈദ്യക്ക് ചോദിക്കാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇത് നമ്മുടെ വീഡിയോ ലാരിഞ്ചോസ്കോപ്പിന്റെ ബ്ലേഡ് ആണ് കേട്ടോ. നിങ്ങൾ നിൽക്കുന്ന ഹോസ്പിറ്റൽസിൽ എവിടെയെങ്കിലും വീഡിയോ ലാരിഞ്ചോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നതൊന്ന് പറയാട്ടോ. ഇവിടെ വീഡിയോ ലാരിഞ്ചോസ്കോപ്പ് നമ്മൾ മറ്റൊരു ഒത്തിയിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിപ്പോ കാണിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല. അപ്പോൾ ഇതിനും പാർട്സ് ഉണ്ട്, ഇതിനും സൈസ് ഉണ്ട്, ഇത് മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനും പറയാനുണ്ട്. നമ്മുടെ വൈദ്യക്ക് ഇതുപോലെ എല്ലാ എക്യുപ്മെന്റ്സും എടുത്ത് വെച്ചിരിക്കും. അതിനുശേഷം ഓരോന്നെടുത്ത് കയ്യിൽ തന്നിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറയും. നമ്മൾ എടുക്കുക, ഇതിന്റെ പേര് ആദ്യം പറയാം, അതിനുശേഷം ഇതിന്റെ യൂസ് എന്താണെന്ന് പറയാം, ഇതിന്റെ പാർട്സ് എന്താണെന്ന് പറയാം, എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് പറയാം. വൈദ്യക്കാകുമ്പോൾ ഒരുപാട് നേരം ഒരു എക്യുപ്മെന്റ് തന്നെ ഒരുപാട് നേരം ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് എക്യുപ്മെന്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ തരുന്നുണ്ടാവുക. ചില വൈദ്യക്ക് കുറെ എക്യുപ്മെന്റ്സ് വെച്ചിരിക്കുന്നതിൽ നമുക്ക് ഇഷ്ടമുള്ള എക്യുപ്മെന്റ്സ് എടുക്കാനായിരിക്കും കേട്ടോ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ക്ലിയർ ആയിട്ട് ആൻസർ അറിയുന്ന എക്യുപ്മെന്റ്സ് തന്നെ എടുക്കാം. ഓക്കെ. അതുപോലെ ഡ്രഗ്സിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാ ഡ്രഗ്സും എടുത്തു വെച്ചിരിക്കും. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡ്രഗ് വൈദ്യക്ക് പോകുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാ ഡ്രഗ്സും എടുത്തു വെച്ചിരിക്കും. ഓക്കെ. അപ്പൊ അതില് ഒരു ഡ്രഗ് നിങ്ങൾ തറവായിട്ട് പഠിക്കുക. തറവായിട്ട് എന്താ പറയാ, കാണാപ്പാടെങ്കിൽ കാണാപ്പാടം, അത് തറവായിട്ട് പഠിക്കുക. തറവായിട്ട് പഠിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രഗ് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അല്ല കോൺഫിഡന്റ് ആയിട്ട് ഫുൾ അങ്ങ് പറയാം. അപ്പോഴേക്കും ഡോക്ടേഴ്സ് എല്ലാം ആ കുട്ടിക്ക് അറിയാം എന്നുള്ളൊരു വിശ്വാസം അവർക്കാവും കേട്ടോ. അപ്പൊ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഇതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യൽ മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നേക്കാളും നമ്മൾ പഠിച്ചത് നമ്മൾ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും വേണം. ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് അതെന്തായാലും വേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ നോളജും വേണം. പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം എമർജൻസി സിറ്റുവേഷൻസിന് ഇപ്പോൾ ഒരു ട്രക്കിയോസ്റ്റോമിയൊക്കെ, അതായത് ഇൻറ്റുബേഷൻ ഒട്ടും പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നമുക്കിപ്പോൾ ഒരു ട്രക്കിയോസ്റ്റോമി ചെയ്യേണ്ടി വന്നാൽ ആ പേഷ്യന്, ആ സമയത്ത് പാനിക് ആവാതെ ട്രക്കിയോസ്റ്റോമിക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് ട്രക്കിയോസ്റ്റോമിക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള വിൽ പവർ എല്ലാ അനസ്തേഷ്യ ടെക്നീഷ്യൻസും വേണം കേട്ടോ. എമർജൻസി സിറ്റുവേഷനിൽ എല്ലാവരും പാനിക് ആവും. അഡ്വൈസ് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ അത് പ്രാവർത്തികമാക്കണം. നമ്മൾ അങ്ങനെ ഒരു ഡെസിഗ്നേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള മനക്കട്ടിയും സ്കില്ലും നോളജും ഒക്കെ വളർത്തിയെടുക്കണം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇൻറ്റുബേഷൻ ട്രോളിയിലെ എല്ലാ എക്യുപ്മെന്റ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഓരോന്നിന്റെയും എക്സ്പ്ലൈൻഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അതോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും ഓക്കെ, ബൈ, താങ്ക് യു.